ഞാനേ രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചക്കത്തേക്ക് ചോറ് ഇച്ചിരി കുറവാണ് രാത്രി കഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ച് തന്നേക്കാനാണ്. പെട്ടെന്ന് പറയാം. ഇന്ന് ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്, രാത്രി ഒറോട്ടി. പിന്നെ മുളക് വറുക്കാനായിട്ട്, ഇവിടെ മുളക് വറുക്കുന്നെന്നാണ് പറയുന്നത്. കറിവേപ്പില, സബോള. അപ്പോൾ ഞാൻ റൊട്ടിക്കുള്ള ചട്ടിയും ഇതിനുള്ളതും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും അത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിന് മുളക് വറുക്കാനായിട്ടുള്ളതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇച്ചിരി കൂടുതലൊക്കെ നമ്മൾ വറുത്ത് വെച്ചാൽ ഇതിരുന്നോളൂ, അങ്ങനെ ചീത്തയാകത്തില്ല. ലേശം മതി കടുക്. തീ ഒന്ന് കുറച്ച് വെക്കാം. അതിലോട്ട് നമുക്കിത് രണ്ടും കൂടെ ഒരുമിച്ചിടാം, കുഴപ്പമില്ല. കണ്ടോ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ. അതിലോട്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ലേ. ഉപ്പിട്ട് കൊടുക്കാം. മൂടി വയ്ക്കാമേ. അതൊന്ന് വഴണ്ടോട്ട് ഞാൻ തീ ഏറ്റവും ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണയോ ഓയിലോ എന്നാന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നത് തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഓയിലൊക്കെ തൂക്കുന്ന ആ ബ്രഷില്ലേ, അത് എലി കൊണ്ടുപോയി എൻ്റെത്. ഇപ്പം ഞാൻ ഇപ്പം ചെന്ന ഒരു വാഴയുടെ ഇത് വെട്ടിക്കൊണ്ട് വന്നതാണ്. ഇതാകുമ്പോൾ നല്ല രസമാണ്. തീ കുറച്ച് വെച്ച് ഈ വെള്ളത്തിൽ ആദ്യം കൈ മുക്കണം, ഒട്ടാതിരിക്കാനാണ് കയ്യിൽ. ഇതേപോലെ ചെറിയൊരുണ്ട എടുത്താൽ മതി. കണ്ടോ, കയ്യിലൊട്ടുന്ന കണ്ടോ, അപ്പോൾ ഒട്ടാതിരിക്കാനാണ് നമ്മൾ വെള്ളത്തിൽ മുക്കി ഇങ്ങനെ ഒന്ന് വെക്കുക. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? പരത്തി കൊടുക്കണം നല്ലതുപോലെ. ഒറ്റ പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ കൈ മുക്കിയാൽ മതി. അത് അന്നേരം തന്നെ അത് പിന്നെ ഒട്ടത്തില്ല. കണ്ടോ, കയ്യിലൊന്ന് കഴുകേക്ക്. കൈ കഴുകുന്നതോടെ കയ്യിൽ അഴുക്കല്ല കേട്ടോ ഇങ്ങോട്ട് കഴുകുന്നത്. നമ്മൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കാത്തീയെ. ഇത് അവിടെ ഇരുന്നുകൊണ്ട് ശരിയാകട്ടെ. ഇച്ചിരി കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്നാകും. മുളകെടുത്ത് ഞാൻ വെച്ചത് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ മുളക് നോക്കട്ടെ. ഒന്നും ആയില്ല, വഴണ്ടി വരട്ടെ. ഇതിൻ്റെ പുറത്തോട്ടേ ലേശം ഓയിൽ ഇങ്ങനെ ഒന്ന് ഇറ്റിച്ച് കൊടുത്താൽ മതി. ഒരുപാട് ഓയിൽ ചേർക്കണ്ടല്ലോ. ഈ വശവും കൂടെ ഒന്ന് ഇതായി കിട്ടാനായിട്ട്.
ഇതിൻ്റെ ഈ വെള്ള കളർ മാറിയതാ ഇതേപോലത്തെ കളറാകുമ്പോഴത്തേക്കിന് നമുക്ക് മറിച്ചിടാവേ. ആയിട്ടില്ല കണ്ടോ. നോക്കട്ടെ, കളർ മാറിയതുണ്ടോ? നമുക്ക് മറിച്ചിടാം. കരിഞ്ഞു പോയതല്ല കേട്ടോ അത്. എല്ലായിടവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് നമ്മുടെ മുളക് ഇവിടം വരെ ആയി നോക്കാം. വഴണ്ട് വരട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ പൊറോട്ട ഇടാനുള്ള പാത്രം എടുത്ത് ഇങ്ങോട്ട് അടുത്ത് വെച്ചേക്കാം. ഇതിനകത്ത് ഞാൻ ചപ്പാത്തി എല്ലാം ചുട്ട് ഞാൻ ഇതിനകത്താണ് ഇടുന്നത്. തീ കുറച്ച് വെച്ചേക്കുവാണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പിടിക്കും. കണ്ടോ, ഇങ്ങനെ വരണേ, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. എടുത്തിങ്ങോട്ടെ. രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഇതിനകത്തുണ്ട് 2 എണ്ണം. അതിൻ്റെ പുറത്തോട്ട് തന്നെ ഞാൻ ഇടുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്യട്ടെ. ഒന്നും കൂടെ തൂത്ത് കൊടുക്കുക. കൈ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കുക. നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒട്ടത്തില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ഇതിങ്ങനെ ഒരു കണ്ടോ, ഒരു ഉണ്ട പോലെ ഉരുട്ടി വയ്ക്കുക. കയ്യിലൊട്ടുന്നുണ്ടോ? പെട്ടെന്ന് കയ്യിലൊട്ടും. ഇതൊന്ന് നമ്മൾ ആയിട്ടത് പരത്തിയതുപോലെ തന്നെ കൈ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക. പണ്ട് അമ്മാമ്മ, അതായത് എൻ്റെ ചാച്ചൻ്റെ അമ്മ, അച്ഛൻ്റെ അമ്മ ഇതേപോലെ ദോശക്കല്ലായിരുന്നല്ലോ. ദോശക്കല്ലിൽ ഒറോട്ടി ഉണ്ടാക്കി, അത് ഗോതമ്പിൻ്റെ ഒറോട്ടി ഉണ്ടാക്കി തേങ്ങ പൊട്ടിച്ച്, തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാലും കൂടെ തരുവേ. ഇച്ചിരി പഞ്ചസാര കൂടെ ഇടുക തേങ്ങാപ്പാലിനകത്ത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്നിട്ട് റൊട്ടിയുടെ പുറത്തോട്ട് ഒഴിക്കും. നമ്മുടെ സബോള ഏകദേശമായിട്ടുണ്ട്. കരിയാനല്ല, ഇങ്ങനത്തെ ഒരു കളർ വേണം വട. ഇനി അതിനകത്തോട്ട് ഇവിടെ ഒരാൾ നിന്ന് എൻ്റെ ഒപ്പം നിന്ന് റൂബിക്സ് ക്യൂബ് കളിച്ചുകൊണ്ടിരിക്കുക. വീഡിയോ എടുക്കാനായിട്ട് വരാൻ ഞാൻ പറഞ്ഞു, അപ്പം വേണ്ടെന്നും പറഞ്ഞ് വഴക്കിട്ട് പോയതാണ്. ഇപ്പം റൂബിക്സ് ക്യൂബുമായിട്ട് വന്നേക്കുവാണേ. ഹായ് കൊടുത്തേവി. ഹലോ. നമുക്കതിനകത്തോട്ടെ ഞാൻ കാശ്മീരി മുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇച്ചിരി ഏറെ ഇടാം. അടക്കട്ടെന്നേ. ഇതെടുത്തു വെച്ചു. നമുക്കിന്ന് ഇളക്കി കൊടുക്കാതെ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ നല്ലതുപോലെ. അപ്പം എന്തേ നമ്മുടെ റൊട്ടി ഒരു വശം പാകമായി വന്നിട്ടുണ്ട്. ഞാനൊരു ഇച്ചിരി ഓയിൽ തൂക്കിക്കോട്ടെ. ഇവിടെ ഒന്ന് മറിച്ചിട്ടേക്കാം. കണ്ടോ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുളക് കാണാവോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം, ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കേണ്ട. ഞാനൊരു ലേശം കണ്ടോ ഇത്ര ഒഴിക്കുന്നുണ്ട്. ഞാൻ ഒരു ലേശം വിനാഗിരി ഒഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇതിന്. കാണാൻ പറ്റുന്നുണ്ടോ? സ്റ്റൗ ഓഫ് ചെയ്ത്
കാണിച്ചു തരാവേ. വെട്ടത്തെടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുവേ. നല്ല ടേസ്റ്റായിരുന്നു റൊട്ടിയുടെ കൂടെ കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പം എന്താ റൊട്ടി ഒന്നും കൂടെ ഉണ്ടാകട്ടെ, ഒരു ഇച്ചിരി കൂട്ടി വെക്കാം. അപ്പം എന്താ റൊട്ടിയും മുളക് വറുത്തതുമാണ് ഇന്ന് ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ റൊട്ടി ഉണ്ടാക്കുകയാണ്. അപ്പം ഞങ്ങളെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.